പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാവുന്നു. ഏത് ധനകാര്യ സ്ഥാപനമാണെങ്കിലും വായ്പ കൊടുക്കുക മാത്രമല്ല, മിച്ചം വരുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഡെപ്പോസിറ്റായിട്ടോ സർക്കാരിൻ്റെ ബോണ്ടുകളിലോ അല്ല. അതിനുള്ള നയം ഓരോ ധനകാര്യ സ്ഥാപനത്തിനുണ്ടാവും. KFCക്കും ഉണ്ട്. അതുപ്രകാരം റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ഷെഡ്യൂൾ ബാങ്കുകളിലോ അതുപോലുള്ള NBFCകളിലോ നിക്ഷേപിക്കാൻ പാടുള്ളൂ. 2, അവയ്ക്ക് AA റേറ്റിംഗ് വേണം. 3, ഈ AA റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ. ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട്. വി ഡി സതീശൻ പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് അറിയായിരുന്നു പൊളിയാൻ പോണെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രെഡിറ്റ് ഏജൻസികൾ AA മതി, AA+ റേറ്റിംഗ് ആണ് റിലയൻസ് കമേഴ്ഷ്യലിന് നൽകിയിരുന്നത്. ആ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ KFC മാത്രമല്ല, KFC നിക്ഷേപം നടത്തുമ്പോൾ 12,000 കോടി രൂപ അവിടെ നിക്ഷേപമായിട്ടുണ്ട്. അതിൻ്റെ എത്രയോ ചെറിയ ശതമാനമായിരിക്കും ഈ 60 കോടി രൂപ. 0.5% അത്ര. അപ്പോൾ എന്ന് മാത്രമല്ല, അതിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അന്ന് 17%. 17% ക്യാപിറ്റൽ അഡിക്വസി ഉണ്ടാവുക, 12,000 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക, AA ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക. അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാണ് അഴിമതിയായിട്ട് മാറുന്നത്? ഇല്ല, അതാണ് കോണ്ടസ്റ്റ് ചെയ്യണത്. അദ്ദേഹം ഹാജരാക്കട്ടെ. നിക്ഷേപം നടത്തുന്ന വർഷം തലേവർഷം 250 കോടി രൂപയാണ് ഈ കമ്പനിയുടെ ലാഭം. സതീശൻ കുറച്ചുകൂടി പഠിക്കുന്നത് നല്ലതാണ്. 2018 IL&FS അടക്കമുള്ള NBFCകൾ ഒന്നായിട്ട് തകരുകയും ആ വലിയ പ്രതിസന്ധി NBFCയിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റിലയൻസ് കമേഴ്ഷ്യൽ ഈ പ്രതിസന്ധിയിലേക്ക് പോയത്. അങ്ങനെ ഒരു പ്രതിസന്ധി വരും എന്ന് നിക്ഷേപം നടത്തുന്ന സമയത്ത് അത് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ല, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, അവർക്ക് അറിയാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധി വന്ന് NBFCയിൽ IL&FS അടക്കമുള്ള കമ്പനികൾ പൊളിയുന്ന നില വന്നപ്പോൾ ഇതിവരെയും ബാധിച്ചു. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ 24% സെറ്റിൽ ചെയ്തു. KFC സെറ്റിൽ ചെയ്യാൻ വിസമ്മതിച്ചു. ഇപ്പോൾ 52% തരാമെന്നാണ് പറയുന്നതെന്ന് ഞാൻ അറിയുന്നത്. അതും പോരാ, മുഴുവൻ പണവും തിരിച്ചു തന്നെ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നെഗോഷിയേഷൻസ് നടക്കുകയാണ്. 2018 നിക്ഷേപം നടത്തുന്നു, 2018 19 ഈ നിക്ഷേപം നടത്തിയ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു വാർഷിക റിപ്പോർട്ടിൽ. അതും ആരോപണമാണ് പ്രതിപക്ഷത്തിൻ്റെ. ഇതൊക്കെ മറച്ചു വെക്കാൻ ഇവിടെ ആരോട് മറച്ചു വെക്കാൻ? ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. ഈ ആക്ഷേപം പറയുന്ന ഡയറക്ടർ ബോർഡ് ഉണ്ടല്ലോ, അവർ ചുമതലയേൽക്കുമ്പോൾ 2,000 കോടിയിൽ താഴെയായിരുന്നു KFCയുടെ വിൽപ്പന വായ്പ കൊടുക്കുന്നത്. അത് 4,000-ൽ പരം കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അവർ വാണിജ്യാടിസ്ഥാനത്തിൽ ബോണ്ടിറക്കി മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിച്ചാണ് ഈ വായ്പ നൽകിയത്. NBFC ആയിരുന്നു NP ആയിരുന്നത് ഏതാണ്ട് 10.5% വരുന്നു, 4.5% പാടുള്ളൂ. ആ 4.5% താഴ്ത്തുകൊണ്ടു. ഇങ്ങനെയുള്ളൊരു ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇവർക്ക് മാത്രമല്ലല്ലോ, നബാർഡിന് 2,000 കോടി രൂപയാണ്
അവിടെ ഡെപ്പോസിറ്റ് ഉള്ളത്. കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള 3 ബാങ്കുകൾക്ക് 700 കോടി രൂപ വെച്ചുണ്ട്. ഇതൊക്കെ ബിസിനസ് ജഡ്ജ്മെൻ്റാണെന്ന് അഴിമതി ആക്ഷേപിക്കുന്നവരെ അതിനുള്ള തെളിവ് ഹാജരാക്കണം. ഇതൊക്കെയാണ് അദ്ദേഹം ഹാജരാക്കേണ്ട തെളിവുകൾ. ഞാൻ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ മറുപടി പറയാം. തെളിയിക്കേണ്ടത് ഒന്ന്, അത് റേറ്റിംഗ് കമ്പനികളെ KFC സ്വാധീനിച്ച് റേറ്റിംഗ് ഉയർത്തി വെപ്പിച്ചു, അന്ന് അഴിമതിയാണ്. 2, കോട്ട് ചെയ്തപ്പോൾ മറ്റ് കൊട്ടേഷന് പങ്കെടുത്തുള്ള കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു, എങ്കിൽ അതിൽ അഴിമതിയുണ്ട്. തെളിവ് വെക്കണ്ടേ? അപ്പോൾ ഇന്നിപ്പോൾ ഈ 60 കോടി രൂപയും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ 52% തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാ, നമുക്ക് പൂർണ്ണമായിട്ട് പണം കിട്ടണം എന്ന നിലപാട് നെഗോഷിയേഷൻസ് നടക്കും.